ആഗ്രഹിക്കുകയുള്ളൂ. ആരെ സ്വീകരിച്ചാലും മറ്റുള്ളവർ പരിഭവപ്പെടരുതെന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ കഴിവുകൾ, വിദ്യാഭ്യാസം, സിദ്ധികൾ ഇവയെല്ലാം അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. ഒന്നാമൻ തൻ്റെ പ്രത്യേകതയെപ്പറ്റി പറഞ്ഞു. ഞാൻ അതിമനോഹരമായൊരു വസ്ത്രം നിർമ്മിച്ച് അതിനെ 5 മാണിക്യക്കല്ലിന് വിൽപ്പന നടത്തുന്നു. അതിലൊരു മാണിക്യം ബ്രാഹ്മണർക്ക് നൽകുന്നു. രണ്ടാമത്തേത് ദേവകൾക്ക് അർച്ചന നടത്തും. മൂന്നാമത്തെ മാണിക്യം എൻ്റെ ദേഹത്തണിയും. നാലാമത്തെ മാണിക്യം ഭാവി വധുവിനായി നീക്കിവെക്കും. അഞ്ചാമത്തെ മാണിക്യം എൻ്റെ ജീവിത ചെലവുകൾക്കായി ഉപയോഗിക്കും. എൻ്റെ സൗന്ദര്യം അങ്ങേക്ക് നേരിട്ട് ബോധ്യമുള്ളതാണല്ലോ. രണ്ടാമൻ പറഞ്ഞു. ലോകത്തുള്ള സകല ജീവജാലങ്ങളുടെയും ഭാഷ എനിക്ക് നന്നായി അറിയാം. അസാമാന്യ ദേഹബലമുള്ള എൻ്റെ സൗന്ദര്യത്തെപ്പറ്റി ഞാൻ പറയുന്നത് ഉചിതമല്ലല്ലോ. മൂന്നാമൻ പറഞ്ഞു. 18 പുരാണങ്ങളും എനിക്ക് ഹൃദിസ്ഥമാണ്. ധർമ്മശാസ്ത്രങ്ങൾ, വേദഗ്രന്ഥങ്ങൾ എല്ലാം എൻ്റെ അറിവിൻ്റെ സീമയ്ക്കുള്ളിലാണ്. സൗന്ദര്യം പുത്രി നേരിൽ കണ്ട് ബോധ്യപ്പെട്ടുകൊള്ളട്ടെ. നാലാമൻ ഇങ്ങനെ പറഞ്ഞു. ആയുധവിദ്യയിൽ എന്നെ ജയിക്കുവാൻ ഈ ലോകത്തിൽ ഒരുവനില്ല. എനിക്ക് അത്ഭുത സിദ്ധിയുണ്ടെന്ന് പ്രത്യേകം പറയാം. ഏത് ദിക്കിൽ നിന്നുള്ള ശബ്ദമായാലും മറഞ്ഞിരിക്കുന്ന ആ വസ്തുവിന്റെ നേർക്ക് അമ്പെയ്ത് കൊള്ളിക്കുവാൻ എനിക്ക് നിഷ്പ്രയാസം കഴിയും. എൻ്റെ സൗന്ദര്യം നേരിട്ട് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. രാജാവ് ആകെ കുഴഞ്ഞുപോയി. 4 ദിവ്യ പുരുഷന്മാർ തന്റെ മുന്നിലിരിക്കുന്നു. 4 പേരും ഓരോ വിധത്തിൽ അത്ഭുത സിദ്ധിയുള്ളവർ. തന്റെ മകളെ ഇവരിൽ ആർക്കാണ് കൊടുക്കുന്നത്? രാജാവ് പുത്രിയുടെ അഭിപ്രായം അറിയുവാൻ തന്നെ തീരുമാനിച്ചു. എല്ലാ വിവരങ്ങളും അദ്ദേഹം മകളോട് പറഞ്ഞു. ഒരു മറുപടിക്കായി കാത്തുനിന്നു. പക്ഷേ അവൾക്കും ആശയക്കുഴപ്പം. ഒരുത്തരം നൽകാനാവാതെ ലജ്ജയോടെ അവൾ നിന്നു.